ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒന്ന് സഹായിക്കണം. സ്വന്തമായിട്ടൊരു വീഡിയോ വയ്ക്കാൻ നമുക്ക് സാമ്പത്തികമൊന്നുമില്ല. എൻ്റെ അച്ഛൻ കൂലിപ്പണിക്കാണ് പോണത്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സ്വന്തമായി അടച്ചുറപ്പുള്ള ഒരു വീട് എല്ലാ മനുഷ്യരുടെയും സ്വപ്നമാണ് അല്ലേ? ആ സ്വപ്നത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു 7ാം ക്ലാസ്സുകാരിയും കുടുംബവുമാണ് ഇന്ന് അവരുടെ അവസ്ഥ കൊട്ടാരക്കര മീഡിയയോട് പങ്കുവച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ കുന്നത്തുകാൽ പഞ്ചായത്തിലെ മണ്ണംകോട് കോളനിയിലാണ് ദുർഗ എന്ന 7ാം ക്ലാസ്സുകാരി താമസിക്കുന്നത്. കൂലിപ്പണിക്കാരായ മാതാപിതാക്കൾ രമ്യയും സുരേഷും 2ാം ക്ലാസ്സുകാരിയായ അനിയത്തിയുമാണ് ദുർഗയ്ക്കുള്ളത്. കമ്പുകൾ വെച്ച് കെട്ടി ടാർപ്പ ഷീറ്റ് വിരിച്ച ഒരു ഷെഡിലാണ് ഈ കുടുംബം താമസിക്കുന്നത്. മഴ പെയ്താൽ വെള്ളം മുഴുവൻ ഈ ഷെഡിനുള്ളിലാണ്. പാമ്പിനെയും മറ്റും പേടിച്ച് രാത്രി മനസമാധാനത്തോടെ ഒന്നുറങ്ങാൻ പോലും ഈ കുടുംബത്തിന് കഴിയുന്നില്ല. ദുർഗയെയും കുടുംബത്തെയും അറിയുന്ന ചില ആളുകളെങ്കിലും ഉണ്ടാകും. മഴവിൽ മനോരമ, ഫ്ലവേഴ്സ്, അമൃത തുടങ്ങിയ ചാനലുകളിലെ കോമഡി ഷോകളിൽ ഇവർ പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ ഇളയ കുട്ടിയുടെ കണ്ണിന്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവർ കോമഡി ഷോകളിൽ പങ്കെടുക്കുന്നില്ല. 2 കണ്ണുകളിലും തിമിരം ബാധിച്ച കുഞ്ഞിന്റെ ഒരു കണ്ണിന്റെ ഓപ്പറേഷൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അതും ഇപ്പോൾ ഈ കുടുംബത്തിന് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിട്ടുണ്ട്. അടച്ചുറപ്പുള്ള ഒരു വീട്ടിൽ കഴിയണം, അതുമാത്രമാണ് ഇപ്പോൾ ഈ കുടുംബത്തിന്റെ ആവശ്യം. ഈ കുടുംബത്തെ സഹായിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് സ്ക്രീനിൽ കാണുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് സഹായങ്ങൾ നൽകാവുന്നതാണ്. ചെറിയ സഹായങ്ങൾ പോലും ഈ കുടുംബത്തിന് വലിയൊരു കൈത്താങ്ങാകും. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ദുർഗ. ഞാൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. LMS UPS കോട്ടുകോണം എന്ന സ്കൂളാണ്. നമുക്ക് സ്വന്തമായിട്ട് വീടില്ല. കമ്പൊക്കെ വെച്ച് കെട്ടി വെച്ചാണ് നമ്മൾ താമസിക്കുന്നത്. നേരം വെളുത്തൊന്നറിയാൻ കതോർന്ന് തുറന്ന് നോക്കേണ്ട ആവശ്യമില്ല. കടന്നുകൊണ്ട് ടാർപ്പെ നോക്കിയാൽ മതി. നേരം വെളുത്തൊന്ന് അറിയാൻ പറ്റും. മഴയായിട്ട് ടാർപ്പ പൊത്ത് വീടിനകത്ത് കുറെ വെള്ളം വരുന്നുണ്ട്. എല്ലാരും പറയും കോമഡിയിലൊക്കെ പോണേല്ലേ ഒരു വീട് വെച്ചൂടെ എന്ന്. പക്ഷെ നിങ്ങൾ വിചാരിക്കുമ്പോഴത്തെ പൈസയൊന്നും ഞങ്ങൾക്ക് കിട്ടൂല. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒന്ന് സഹായിക്കണം. പൈസ കിട്ടിയില്ലെങ്കിലോ കല്ലോ സിമന്റോ എന്തെങ്കിലും വെച്ച് ഞങ്ങളെ സഹായിക്കണം. നെയ്യാറ്റിൻകര കുന്നത്തുകാൽ മണ്ണംകോട് കോളനി എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്.